ഹലോ, ലക്നൌവിൽ നടന്ന ഇന്നലത്തെ മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 4-ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 3-ാം സ്ഥാനത്തേക്കോ വരാമായിരുന്ന ഒരു മാച്ചിനെ CSK നശിപ്പിച്ചു. ലക്നൌ 10-ാം സ്ഥാനത്ത് കിടക്കുന്ന ലക്നൌവിനെതിരെ 7 വിക്കറ്റിനാണ് CSK തോറ്റത്. നോക്കൂ, ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ CSK ചെന്നൈ സൂപ്പർ കിങ്സ് നോക്കൂ, 20 ബോളിൽ 20 റൺസ് എടുത്ത സഞ്ജു സാംസൺ, 13 റൺസ് എടുത്ത നമ്മുടെ ക്യാപ്റ്റൻ ഗെയ്ക്വാദ്, ദെൻ 6 റൺസ് എടുത്ത ഉർവിൽ പട്ടേൽ. ആകെ അങ്ങനെ പെട്ടുകിടക്കുന്ന സമയത്ത് 42 ബോളിൽ 71 റൺസ് അടിച്ച 6 ഫോറുകളും 5 മനോഹരമായ സിക്സ് അടിച്ച നമ്മുടെ കാർത്തിക് ശർമ്മ, 20 വയസ്സുകാരൻ, രാജസ്ഥാനിൽ നിന്നുള്ള 20 വയസ്സുകാരൻ. പിന്നെ അയാളുടെ മനോഹരമായ കളി. പിന്നെ 16 ബോളിൽ 20 റൺസ് അടിച്ച ഡവാൾ ബ്രേവിസ്, ദെൻ 16 ബോളിൽ 32 റൺസ് അടിച്ച നമ്മുടെ ശിവം ദുബെ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് 187 റൺസ് എത്തിച്ചു 5 വിക്കറ്റിന്. പക്ഷേ ഇത് കണ്ടിട്ട് ലക്നൗ 10-ാം സ്ഥാനത്തുള്ള ലക്നൗ എന്ന് ആലോചിക്കണം. 38 ബോളിൽ 90 റൺസ് മിച്ചൽ മാർഷ്, നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പേർത്തിൽ നിന്നുള്ള മിച്ചൽ മാർഷ് 38 ബോളിൽ 90 റൺസ്, എത്ര 9 ഫോർസും 7 മനോഹരമായ സിക്സസും. അത് കഴിഞ്ഞ് വേറൊരു ഓസ്ട്രേലിയക്കാരൻ ജോഷ് ഇംഗ്ലീഷ് 36 റൺസ്. ദെൻ വെസ്റ്റ് ഇൻഡീസുകാരൻ നിക്കോളസ് പുരൻ 17 ബോളിൽ 32 റൺസ്. 16.4 ഓവറിൽ അവർ ഈ സ്കോർ മറികടന്നു, 188 അടിച്ചു, 7 വിക്കറ്റിന്റെ ലോസ്. ഇപ്പൊ നോക്കൂ, 5-ാം സ്ഥാനത്തുണ്ടായിരുന്ന ചെന്നൈ ഇപ്പോൾ 6-ാം സ്ഥാനത്തേക്ക് പോയി. 6-ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് 5-ാം സ്ഥാനത്തേക്ക് വന്നു. നോക്കൂ, ഇപ്പൊ പോയിന്റ് ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടീമുകളുടെയും 12 മത്സരങ്ങൾ കഴിഞ്ഞു. 2 ടീമുകൾ ഒഴികെ, രാജസ്ഥാൻ റോയൽസും KKR ഒഴികെ. നോക്കൂ, 16 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്ത് നമ്മുടെ RCB ആണ്. 2-ാം സ്ഥാനത്ത് 16 പോയിന്റുമായി GT. 3-ാം സ്ഥാനത്ത് 14 പോയിന്റുമായിട്ട് SRH. ദെൻ 13 പോയിന്റുമായി പഞ്ചാബ് കിങ്സ് ആണ് നമ്മൾ 4-ാമത് എടുക്കുന്നത്. 5-ാമത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വന്നിരിക്കുകയാണ്. അവരുടെ 11 കളി കഴിഞ്ഞിട്ടുള്ളൂ, 12 പോയിന്റ് ഉണ്ട്. പിന്നെ നമ്മൾ 12 പോയിന്റുമായിട്ട് നമ്മൾ CSK നമുക്കിപ്പോൾ 6-ാം സ്ഥാനത്തേക്ക് വന്നു. ദെൻ 7-ാം സ്ഥാനത്ത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ. 8-ാം സ്ഥാനത്ത് 11 കളികളിൽ 9 പോയിന്റുമായിട്ടുള്ള KKR. ദെൻ 8 പോയിന്റുമായിട്ട് മുംബൈ ഇന്ത്യൻസ് 9-ാമത്. 8 പോയിന്റുമായിട്ട് ലക്നൗ 10-ാമത്. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം, അതായത് KKRന്റെ തട്ടകത്തിൽ ഈഡൻ ഗാർഡൻസിൽ GT KKRനെ നേരിടും. സപ്പോസ് ഇന്ന് GT ജയിക്കുകയാണെങ്കിൽ GT 18 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്തേക്ക് വരും. സപ്പോസ് ഇവർ ജയിക്കുകയാണെങ്കിൽ, നമ്മുടെ KKR ജയിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഡൽഹി ക്യാപിറ്റലിനെ 8-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി